ഹായ് അംഗോസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നിങ്ങളുടെ മുമ്പ് ഞാൻ അവതരിപ്പിക്കുന്ന ഒരു വിഷയം, നമ്മുടെ ചാനലിൽ ഇതൊരു പുതിയൊരു സീരീസ് ആയിട്ട് തുടങ്ങുവാണ്. ബയസ് എക്സ്പീരിയൻസ് ഒരു ബയസ് ഗൈഡഡ് നമുക്ക് ഇതിനെ കൂട്ടാം. ഇന്നത്തെ നമ്മുടെ ഒരു വണ്ടി എന്ന് പറയുന്നത് 1950 കാലഘട്ടം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1950 ഇന്ത്യയിലോട്ട് 1100 എന്ന് പറയുന്ന ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിനെ പൊതുവെ വിളിച്ചിരുന്ന ഒരു പേര് വെച്ചാൽ മൈൽസിൻഡോ എന്ന് പറയുന്ന ഒരു പേരായിരുന്നു. സോ അതങ്ങനെ വന്ന് 1960 കാലഘട്ടത്തില് മുംബൈ ഡൽഹി മേഖലകളിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ അവിടുത്തെ ആളുകൾ യൂസ് ചെയ്ത് ടാക്സി പർപ്പസ് ആയിട്ടും ഒരു മിഡിൽ ക്ലാസ് ആയിട്ടും ലക്ഷറി ആയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയായിരുന്നു നമ്മുടെ പ്രീമിയം പത്മിനി. ആ ഒരു 1100 എന്ന് പറയുന്ന മൈൽസിൻഡോ എന്ന് പറയുന്ന വണ്ടിയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് നമ്മുടെ പ്രീമിയം പത്മിനി ഇറങ്ങിയത്. സോ അവിടുന്ന് ഒരു 1960 തൊട്ട് ഒരു 1985 കാലഘട്ടം വരെ നോക്കുവാണെങ്കിൽ അവരൊരു ഒരു 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 നല്ലൊരു കാലം എന്ന് വേണമെങ്കിലും പറയായിരുന്നു. അതുകൊണ്ട് 2003 മുതൽ അറൌണ്ട് 2012 വരെ ടാറ്റയുമായിട്ടുള്ള ഒരു ജോയിന്റ് വെഞ്ചർ, ടാറ്റയുമായിട്ടുള്ള പാർട്ണർഷിപ്പിൽ അവർ ഇന്ത്യയിൽ സ്റ്റഡി ആയിരുന്നു. 2013 മുതൽ 2019 വരെ അവര് ഇൻഡിപെൻഡന്റ് തന്നെയായിരുന്നു അവർ നിന്നോണ്ടിരുന്നത്. 2019 അവർ ഇതെല്ലാം ഷട്ട് ഡൗൺ ആക്കി. സോ അതാണ് നമ്മുടെ ഫിയറ്റ് എന്ന് പറയുന്ന ഒരു കാർ മേധാവിത്വത്തിന്റെ അല്ലെങ്കിൽ കാർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ചാനൽ മിസ്റ്റർ കെ. 1368 engine and the 123 bhp power and 209 ന്യൂട്ടൺ മീറ്റർ ഫിയറ്റ് ലിനിയാണ്. ഈ ലിനിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അതായത് പണ്ടൊരു കാലഘട്ടത്തില് പെട്രോൾ എഞ്ചിന്റെ ഇപ്പോൾ ഉള്ള പെട്രോൾ എഞ്ചിനൊക്കെ 3 സിലിണ്ടർ ആണ്. പക്ഷെ അപ്പം 4 സിലിണ്ടർ എഞ്ചിന് ടെർബോ ചാർജഡ് വരുന്ന ഒരു 4 സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഫ്രണ്ട് ഡ്രൈവ് ആണ് ലിനിയയിലെ ടി-ജെറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഉള്ള വണ്ടികൾക്കൊക്കെ എന്ന് പറയുന്നത് 3 സിലിണ്ടർ എഞ്ചിൻ ടെർബോ ചാർജ് ആണ് പെട്രോൾ സെഷനിൽ വരുന്നത്. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതും ഇന്ന് അതിന്റെ യൂസേഴ്സ് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ സ്വന്തം ലിനിയ. സോ നമ്മുടെ ഫിയറ്റ് ലിനിയയുടെ ഓണറിനെ നമുക്ക് പരിചയപ്പെടാം. വെൽക്കം മൈ മിസ്റ്റർ. ഫൈൻ. ഇത് നമ്മുടെ രഞ്ജേട്ടൻ, ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ളതാണ്. പുള്ളിയുടെയാണ് ഈ വണ്ടി. സോ രഞ്ജിത, എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട്? 2010 മോഡൽ കാറാണ് അല്ലേ? ഓക്കെ ഫൈൻ. ഇത് നമ്മുടെ ടെർബോ വരുന്ന ടൈപ്പ് അല്ലെ? 4 സിലിണ്ടർ ടെർബോ വരുന്ന ടൈപ്പ് വണ്ടിയാണ്. ഓക്കെ. സോ ഈ രഞ്ജേട്ടന്റെ നേരത്തെ വണ്ടി ഏതൊക്കെയായിരുന്നു? എന്റെ സാൻഡ്രോ ഉണ്ടായിരുന്നു, ഇൻഡിക്ക ഉണ്ടായിരുന്നു. ഫസ്റ്റ് വണ്ടി ഏതായിരുന്നു? എന്റെ വണ്ടി സാൻഡ്രോ ആയിരുന്നു. സാൻഡ്രോ ആയിരുന്നു. അതേതായിരുന്നു? സാൻഡ്രോ 2010 ഉണ്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇൻഡിക്ക ഉണ്ട്. ഇൻഡിക്ക ആയിരുന്നു. ഇൻഡിക്ക ഏതായിരുന്നു? ഇൻഡിക്ക ലിനിയ, വിസ്റ്റ ആയിരുന്നു. ഓ ഫൈൻ ഫൈൻ. എന്ത് ഈ വണ്ടിയിലോട്ട് ഫിയറ്റിന്റെ ഈ വണ്ടിയിലോട്ട് വരാനുള്ള കാരണം എന്താ? കാരണം വെച്ചാൽ പൊതുവെ ഇപ്പൊ ഫിയറ്റിന്റെ ഒക്കെ വണ്ടിയുടെ അതിന്റെ അവർ 2019 തന്നെ ഷട്ട് ഡൗൺ ചെയ്തു പോയ കമ്പനിയാണ്. സോ ഈ വണ്ടി 2010 ആണ്. സോ എന്തുകൊണ്ട് ഈ വണ്ടിയിലോട്ട് വരാൻ കാരണം? വണ്ടിയിലോട്ട് വരാൻ ഒരുപാട് പേരുടെ അഭിപ്രായം നമ്മൾ കേട്ടായിരുന്നു. അവരെല്ലാം പറയുന്നത് നല്ല വണ്ടിയാണ്, നല്ല കംഫർട്ടബിൾ ആണ്, നല്ല യൂസ് ചെയ്യാൻ നമ്മൾ യാത്രാ സുഖമുണ്ട്. അതിന്റെ കണ്ട അവരുടെ എല്ലാ അഭിപ്രായം ഉണ്ടായിരുന്നു. സോ അല്ല, എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാനുണ്ടല്ലോ, ഞാനിപ്പോ മാരുതിയുടെ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്, ഫോർഡിന്റെ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫീറ്റ് രഞ്ജിത്തിന്റെ വണ്ടി ഇടയ്ക്കെടുത്ത് ഓടിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടെ ഒരു ഫീലായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഫിയറ്റിന്റെ വണ്ടികളും പിന്നെ അതുപോലെ തന്നെ ഫോർഡിന്റെ വണ്ടികളും ഒക്കെ നമ്മൾ സ്റ്റിയറിംഗിൽ പിടിക്കുമ്പോൾ അതുപോലെ നമുക്കൊരു സോളിഡ് ഫീലാണ് നമുക്ക് തരുന്നത്. അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. നമുക്കത് പറയുന്ന അറിയിക്കാൻ ഒക്കാത്തൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. സോ ആ റീസൺ കൊണ്ട് മാത്രമാണ്, വേറെ എന്തെങ്കിലും റിസർച്ച്. ഇപ്പൊ ഈ ഒരു ഇത് എത്ര രൂപ എടുത്ത ടൈമില്? ഇത് നമുക്ക് വലിയ വിലയൊന്നും ആയിട്ടില്ല. എന്നാലും ഒരു 4 ലാഖ് നല്ലൊരു വണ്ടി എടുക്കാം അല്ലേ? പിന്നെ നമുക്ക് എല്ലാ മലയാളീസും ചോദിക്കാൻ എല്ലാം അവരെ അറിയാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, എത്ര കിട്ടും മൈലേജ്? മൈലേജ് ഇപ്പം കമ്പനി പറയുന്നത് 40 പറയുന്നത് കിട്ടുന്നത്. അതിപ്പം 10-12 ഒക്കെ വരുന്നുണ്ട്. ഓ ഫൈൻ. അല്ല, നമ്മുടെ ഒരു കൂട്ടുകാരന്റെ ഒരു ഫിയറ്റിന്റെ പൂണ്ടോ ഉണ്ട്. സോ അവനോട് വെച്ചപ്പോൾ അവൻ പറഞ്ഞെന്ന് വെച്ചാല് അവിടെ പറയുന്ന വെച്ചാൽ 50-20 ഒക്കെ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇത് സത്യം പറഞ്ഞ ഒരു മിനി സി ക്ലാസ് അല്ല, നമുക്ക് യാത്രാസുഖം അതന്നെ പറയാം. നല്ല ഒരു
ബൈക്കിലിരിക്കുന്ന ഒരു ലുക്കാ മൂടാണ്. ഈ ഫിയറ്റിന്റെ ഈ വണ്ടികൾ യൂസ് ചെയ്യുന്ന മിക്ക യൂട്യൂബേഴ്സിന്റെ ഒക്കെ വീഡിയോ കാണുമ്പോൾ അവരെല്ലാം പറഞ്ഞൊരു കാര്യം ഒരു സി ക്ലാസിന്റെ ഒരു എഫക്റ്റ്, അതൊരു മിനി സി ക്ലാസിന്റെ. സോ ഇപ്പൊ ഒരു ബെൻസിന്റെ ഒരു വണ്ടി എടുക്കണ റേറ്റ് ആവും, പക്ഷെ എന്നാൽ പോലും അതിന്റെ ഒരുമാതിരി ഫീല് കിട്ടുന്നു, നല്ല കംഫർട്ട്, ലോങ് ട്രാവലിംഗ് ഒക്കെ നല്ല ബെസ്റ്റ് വണ്ടിയാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ അത് എത്രത്തോളം ശരിയാണ്? അത് ശരിയാ, കറക്റ്റാ അല്ലേ? അത് പറഞ്ഞ 100% ഞാൻ യോജിക്കുന്നുണ്ട്. അപ്പൊ വണ്ടി എത്ര നോക്കിയിട്ട് എടുത്തല്ലേ? ഇതിന് വേറെ വല്ല ഓപ്ഷൻസ് വല്ലതും ഉണ്ടായിരുന്നു? വേറെ ഈ വിലക്ക് തന്നെ വേറെ വല്ല വണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, എത്ര എന്ന് പറഞ്ഞാലും ഇപ്പം ഈ വണ്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും അതിന്റെ ആ ഭയങ്കര ഒരു യാത്രാ സുഖമാണ്. എത്ര വർഷം കഴിഞ്ഞാലും പുതിയ എടുത്തോ എങ്ങനെയാണോ അതുപോലെ തന്നെ എത്ര വർഷം കഴിഞ്ഞാലും അതേ യാത്രാ സുഖമാണ്. അല്ല, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഈ രഞ്ജിതൻ ഉണ്ടല്ലോ, നമ്മളെ എവിടെ പോയിട്ട് വന്നാലും പുള്ളിക്കാരൻ എപ്പോഴും ഞാൻ ഈ വെച്ചാൽ പുള്ളിക്ക് ഭയങ്കര വണ്ടിപ്രാന്ത ടൈപ്പ്. കാരണം വെച്ചാൽ പുള്ളി എവിടെ പോയിട്ട് വന്നാലും പുള്ളി വണ്ടി എപ്പോഴും കഴുകി തുടച്ച് വൃത്തിയാക്കി ഇടുന്നതാണ്. സോ അതാ ഞാൻ ചോദിക്കുന്നത്. കാരണം പുള്ളി എത്ര കാണിച്ചാൽ നമ്മൾ അതുപോലെ ഇഷ്ടപ്പെട്ടെടുക്കുന്ന വണ്ടികൾക്കല്ല നമ്മൾ അതുപോലെ കെയറും കൊടുക്കത്തുള്ളൂ. സോ അത് വെച്ച് ചോദിച്ചത് ഈ ഫിയറ്റിന്റെ. ഇത് സെക്കൻഡ് ഓണർ, തേർഡോ സെക്കൻഡ് ഓണർ? ഓ, മനസ്സിലായി. ഓക്കെ. ഇതിന്റെ പിന്നെ സർവീസിംഗ് കോസ്റ്റ് ഒക്കെ എത്ര? ഇപ്പൊ ഈ ഒരു വണ്ടി നമ്മളിപ്പോ എടുക്കുവാണെങ്കിൽ 10,000 ഉണ്ടാവും. നമ്മൾ അതിന്റെ ചെയ്യുന്ന മെയിൻ്റെനൻസ് വരുന്നതനുസരിച്ച്. മെയിൻലി ഇതിന് വരുന്ന ഓരോ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രശ്നങ്ങൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇത് നമ്മുടെ പ്രത്യേകിച്ച് കംപ്ലൈന്റ്സ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഇല്ല. അല്ല, പക്ഷെ എന്നാലും രഞ്ജൻ ഇപ്പൊ ഒരു ഏറ്റവും കൂടുതൽ പണി വന്നിട്ടുള്ള ഒരു പാർട്ടോ അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടോ പാർട്സ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പൊ ഈ ബാക്കില് നമ്മുടെ ഷോക്കിന്റെ ഒരു ചെറിയൊരു ഇത് വരും, ആ ഒരു സൗണ്ട് വ്യത്യാസം വരുന്നുണ്ട്. സൗണ്ട് വ്യത്യാസമുള്ള അത് കുറച്ച് ഭംഗമാണ്. അല്ല, എന്റെ ഒരു കൺസെഷൻ വെച്ചാല് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഒരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫാമിലി, സോ അങ്ങനെയുള്ളവർക്ക് ഈ വണ്ടി സർവീസ് ചെയ്യും. ബെറ്റർ, അവർക്ക് നല്ല അഫോർഡബിൾ പ്രൈസ് ചെയ്യാനും. സത്യം പറയാം, ഇതൊരു അത്യാവശ്യം ഫണ്ട് ഡ്രൈവ് ആണ്. കാരണം വെച്ചാൽ ഈ ഒരു കാലഘട്ടം മുമ്പേ ഈ പെട്രോളില് 4 സിലിണ്ടറിൽ ടെർബോ വരുന്ന വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വരുന്ന ഈ കാലഘട്ടത്തിലൊക്കെ 3 സിലിണ്ടർ ടെർബോ ആണ് വരുന്നത്. അപ്പൊ ഒത്തിരി കുറവാണ്. പക്ഷെ ഇത് 4 സിലിണ്ടർ എഞ്ചിനാണ്, 4 സിലിണ്ടർ ടെർബോ ആണ്. സോ അതൊക്കെ ഒരു റെയർ കേസ് ഒരു വണ്ടി വെക്കാണ്. നല്ല അത്യാവശ്യം ഫണ്ട് ഡ്രൈവ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വണ്ടി യൂസ് ചെയ്യാൻ നോക്കും, അല്ലെ? പിന്നെ ഞാൻ രഞ്ജനോട് പലപ്പോഴും ചോദിക്കേണ്ട ഒരു കാര്യം ചോദിക്കാൻ വന്നത് തോന്നുന്നു. ഞാൻ ഈ മാരുതിയുടെ വണ്ടി ഓടിച്ചിട്ടുണ്ട്, ഫോർഡിന്റെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. സോ ഇതിന് രണ്ടിന്റെയും ക്ലസ്റ്റേഴ്സും അതിന് ആ ഇന്റീരിയർ കിട്ടും, ഇന്റീരിയർ ചെയ്യുന്നൊരു ഫീൽ ഉണ്ടല്ലോ, എന്റെ ഇത് ഭയങ്കര വ്യത്യാസമാണ്. കാരണം വേറെ ഒന്നും ഉണ്ടല്ല, എനിക്ക് മാത്രം ഫീൽ ചെയ്യുന്നില്ല, ഫിയറ്റിന്റെ ഓണേഴ്സ് ആയിരിക്കുന്നുണ്ടെങ്കിൽ അത് സൈഡിൽ മെൻഷൻ ചെയ്യുക. കാരണം നമ്മൾ ഈ വണ്ടി ഇരിക്കുമ്പോണ്ടല്ലോ ഏറ്റവും ചില കാര്യങ്ങൾ ഭയങ്കര വ്യത്യാസം പോലെ നമുക്ക് ഫീൽ ചെയ്യും മറ്റു വണ്ടികളെ അപേക്ഷിച്ച് നോക്കുന്നതിന്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്ററിന്റെ ആയിക്കോട്ടെ, വൈപ്പറിന്റെ ആയിക്കോട്ടെ, അത് സ്വിച്ച് നോക്കുക. ഞാൻ ആദ്യം കയറിയപ്പോൾ കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആയിരുന്നു. സോ അത് എനിക്കൊന്ന് ഫിയറ്റിന്റെ വണ്ടികൾ അതിന്റെ വ്യത്യാസമാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? ഇത് വ്യത്യാസമുണ്ട്, മറ്റുള്ള വണ്ടികളിൽ നിന്നും വ്യത്യാസമുണ്ട് അല്ലേ? സോ എങ്ങനെയാണ് അതിന്റെ അത് ഇപ്പം ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്ക് അത് നമ്മള് മറ്റുള്ള വണ്ടിയുടെയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് റൈറ്റ് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്നതല്ല. അങ്ങനെ പല വ്യത്യാസങ്ങളും. ഇതിനിപ്പം റീസെന്റ് ടൈമിൽ എന്തെങ്കിലും മേജർ സർവീസ് ഇഷ്യൂസ് ഇവിടെ ഇല്ലല്ലോ, കുഴപ്പമില്ല. ഇവിടെ അടുത്ത് നമ്മുടെ ഫിയറ്റിന്റെ സർവീസ് ചെയ്യുന്ന ഷോപ്സ് എന്തെങ്കിലും കോട്ടയം ഭാഗത്തൊക്കെ ഉണ്ട്. അച്ഛൻ ചെയ്യുന്ന മെയിൻ എവിടെ കേട്ടോ? അത് നമ്മളിപ്പോ കോട്ടയം തന്നെയാ മെയിനിൽ ചെയ്യുന്നത്. എന്നാലും ഇതിന്റെ എത്ര പ്രൈസ്, സർവീസ് പ്രൈസ് ഇപ്പൊ റീസെന്റ് ടൈമിൽ എത്ര ആയിരുന്നു? 10,000 10,000 അപ്പൊ ഒരു അത്യാവശ്യം. ഇതിനപ്പൊ ഓയിൽ ചെയിൻ ഒക്കെ, ഓയിൽ ക്ലീൻ, ഐ മീൻ ഓയിൽ ചേഞ്ചിങ് ഒക്കെ എത്ര മാസം കൂടുമ്പോഴാ? അതിപ്പോ നമ്മുടെ ഇപ്പൊ ഓട്ടത്തിനനുസരിച്ചുള്ള 3 വണ്ടി യൂസ് ചെയ്ത വ്യക്തിയാണ് നിങ്ങൾ പറയുന്നത്. ഇത് ഹുണ്ടായുടെ സാൻഡ്രോ, ടാറ്റയുടെ ഇൻഡിക്ക, പിന്നെ ഫിയറ്റിന്റെ ഈ വണ്ടി. സോ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി സെഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചില ആളുകൾക്ക് ഒരു വണ്ടി എടുത്ത് ഓടിക്കണം, അല്ലെങ്കിൽ ഒരു റയറസ്റ്റ് വണ്ടി എടുത്ത് ഓടിക്കണം. ചില ആളുകൾക്ക് ഒരു ഫണ്ട് ഡ്രൈവ് ആയിരിക്കും, ചില ആളുകൾക്ക് ഒരു കമ്മ്യൂട്ടർ ആയിട്ട് യൂസ് ചെയ്യണമായിരിക്കും. സോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ നേരം ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അവർക്ക് എത്രത്തോളം ഫ്ലെക്സിബിൾ ആയിരിക്കും, എത്ര രൂപയ്ക്ക് നമുക്ക് സൂട്ടബിൾ ആയിരിക്കും, അത് ഫൈൻ അങ്ങനെ അല്ല. അത് എത്ര രൂപയ്ക്ക് ഈ ഒരു വണ്ടി ഡീൽ നടന്നാലും നമുക്കൊരു ലാഭമായിട്ട് തോന്നുന്നു. ഇത് നമ്മള് നമ്മള് ഇതിന്റെ അകത്ത് ഇപ്പം റേറ്റ് അല്ല നോക്കുന്നത്, കംഫർട്ടബിൾ എടുക്കുമ്പോ എപ്പോഴും നല്ല വണ്ടി, യാത്രാസുഖം. അല്ല, അത് തന്നെ നിങ്ങളും പറയാനുള്ളത്. നിങ്ങളൊരു വണ്ടി എടുക്കുവാണെങ്കിൽ മാക്സിമം അത് ഫുൾ ചെക്ക് ചെയ്യിപ്പിച്ച് മാത്രം എടുക്കുക. കാരണം ഇങ്ങനത്തെ വണ്ടികൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു വണ്ടിയാണ്. ഇതൊക്കെ പണിയുള്ള വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പണിയോട് പണിയായിരിക്കും. പക്ഷെ നല്ല വൃത്തിക്ക് കൊണ്ടു നടക്കുന്ന വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വണ്ടിയാണ് നമുക്ക് നല്ല ഡീലിൽ തന്നെ കിട്ടാം എന്ന് തോന്നുന്നു. കാരണം ഇപ്പം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് ഒക്കെ ഭയങ്കര ഹൈലി ബൂമായിട്ട് നിൽക്കുന്ന പീരീഡ് അല്ലേ? സെക്കൻഡ് ഹാൻഡ്
പിന്നെ വേറെ ഏതൊരു വണ്ടി നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇതല്ലാതെ ഫ്രണ്ട്സിന്റെ ഇല്ല, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ സെക്കൻഡ് വേറെ മേടിക്കാനായിട്ടൊന്നും തോന്നത്തില്ല. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഫിയറ്റിന്റെ എഞ്ചിനാണ്, അപ്പൊ അതിന്റെയായിട്ട് ഗുണങ്ങൾ അതിലുണ്ട്. പക്ഷെ ഇപ്പോഴും ഫിയറ്റ് പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഫിയറ്റിന്റെ ഒരു സബ് ബ്രാൻഡായിട്ട് ഇപ്പൊ ജീപ്പിന്റെ കമ്പനി അവർ ഓൺ ചെയ്ത് നടത്തുന്നുണ്ട്. സോ ഇങ്ങനെ പല, അതായത് എനിക്ക് തോന്നിയിട്ടുണ്ട് 2090 കാലഘട്ടങ്ങൾ, 2019-15 കാലഘട്ടങ്ങള് ഇന്ത്യയിൽ പല നല്ല വണ്ടികൾ വന്നിറങ്ങി പോയിട്ടുണ്ട്. വന്ന് പല വണ്ടി ഇപ്പൊ ഫിയറ്റ് ആയിക്കോട്ടെ, എന്റെ ഇപ്പം ഫോർഡ് വരുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ എന്നാൽ പോലും ഒരു ലോ സ്പീഡ് ആണോ എനിക്ക് തോന്നിയില്ല, പല നല്ല വണ്ടികൾ ഇറങ്ങി പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ശ്രദ്ധിക്കും, എനിക്ക് എപ്പോഴും മനസ്സിലാവും പല നല്ല ഇപ്പൊ ഇന്ത്യ നിലനിൽക്കുന്ന ബ്രാൻഡ്, ഇപ്പൊ ടൊയോട്ട ആയിക്കോട്ടെ, ഹോണ്ട ആയിക്കോട്ടെ, അങ്ങനെ പല ബ്രാൻഡുകളും നല്ല വണ്ടികൾ അവര് വെളിരാജ്യത്ത് ഇറക്കുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ടൈമിൽ ഒരു ന്യൂസിന് വന്നിട്ടുണ്ട്, നിസാന്റെ പാട്രോള് 2025 ഹാഫോട് തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിസാൻ ഇപ്പൊ ഈ റീസെന്റ് ടൈമിൽ ഒരു എക്സ്ട്രയിൽ എന്ന് പറഞ്ഞ വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ ആ വണ്ടി ആണെങ്കിൽ അത്രത്തോളം സക്സസ് ആയില്ല. കാരണം വേറെ ഒന്നുണ്ട്, എക്സ്ട്രയിൽ എന്ന് പറഞ്ഞ വണ്ടി നോർമൽ വെളിയിലുള്ള മാർക്കറ്റ് നോക്കുമ്പോൾ ചീപ്പസ്റ്റ് പ്രൈസിൽ, അതായത് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു കൃത്യമൊക്കെ വാങ്ങുന്ന ഒരു പ്രൈസിലാണ് കിട്ടുന്ന വണ്ടി. ഇവിടെ ആണെങ്കിൽ ലേറ്റസ്റ്റ് വെർഷൻ അല്ലേ ഇറക്കിയത്, ഐ മീൻ കഴിഞ്ഞ വെർഷൻ ഇറക്കിയത്. സോ അത് ഇറക്കിയപ്പോ അതോ അതിന്റെ ഡബിൾ അവർ പ്രൈസ് ഇട്ടതും, ആ പ്രൈസിന് ആ വണ്ടി വെർത്താണോ എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. അതുകൊണ്ട് ഇന്ത്യക്കാർ ആ വണ്ടി ആരും ശ്രദ്ധിച്ചുപോലില്ല. സോ അതിനെക്കുറിച്ച് എന്നുവെച്ചാൽ ഞാൻ പറയുന്ന ഉദ്ദേശം വെച്ചാല് ഇങ്ങനെ ചില ബ്രാൻഡുകൾ നല്ല നല്ല പേരിട്ട നല്ല ബ്രാൻഡുകളൊക്കെ ഇപ്പൊ ടൊയോട്ടയുടെ തന്നെ ഇഷ്ടത്തിന് വണ്ടികൾ വെളിയിലുണ്ട്. പക്ഷെ നമ്മുടെ നാട് ഇന്ത്യയിലോട്ട് വരുമ്പോൾ കുറച്ച് വണ്ടികളേ ഉള്ളൂ. സോ അതിനെക്കുറിച്ച് എന്താണ് എന്റെ അഭിപ്രായം? അത് നമുക്കിപ്പം ഈ വാഹനം എന്ന് പറയുന്നത്, അത് ഒന്നാമത്തെ സൗകര്യം റോഡാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ ഈ റോഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ റോഡ് ആയിരിക്കത്തില്ല ബാംഗ്ലൂർ റോഡ്, കേരളത്തിലെ റോഡല്ല ബാംഗ്ലൂർ റോഡ്. കേരളത്തിലെ റോഡല്ല ബാംഗ്ലൂർ റോഡ് റോഡ് തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് അതിങ്ങനെ വരുന്നത്. പക്ഷെ അത് മാത്രമല്ല, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ചിലപ്പോ എനിക്ക് തോന്നുന്നു ആളുകൾ വില വാങ്ങാത്ത സിറ്റുവേഷൻ ആണോ, എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, വെളി രാജ്യങ്ങളിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരുമാതിരി ചവറായ, ഐ മീൻ അവര് തള്ളിയ വണ്ടികളൊക്കെ ഇന്ത്യൻ മാർക്കറ്റ് കൊണ്ട് സെല് ചെയ്യുന്ന ഒരു ടൈപ്പ് എനിക്ക് ഫീൽ എപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനോട് അത്ര ഒരു അപ്രോച്ചബിൾ ഇല്ല. ഇത് പിന്നെ ബോഡി ഭയങ്കര സ്ട്രോങ് ആണ്, ഇതിന്റെ ബോഡി സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ ഫിയറ്റ് ഭയങ്കര. പക്ഷെ എന്നാലും ഇതുപോലെ ഇത് നമ്മള് ഇപ്പം ഇച്ചിരി കോസ്റ്റ്ലി ആണ്, അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ അധികം ഇതാകാഞ്ഞത്. കാരണം സാധാരണക്കാർക്കൊന്നും അങ്ങനെ വാങ്ങാൻ പറ്റും. പക്ഷെ ഫിയറ്റിന്റെ വണ്ടിയൊക്കെ ഇതാണ് ഓൺ റോഡ് ഒക്കെ ഇറങ്ങുന്ന ടൈമിൽ 10 lakhs 12 lakhs ഒക്കെ ഉള്ളതായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ത്യ മെയിൻലി ഫൈൻ അല്ല, എനിക്കും തോന്നുന്ന കാര്യം വെച്ചാൽ മെയിൻലി ഇന്ത്യക്കാരെല്ലാം ഫോക്കസ് ചെയ്യുന്ന മൈലേജും റിലയബിലിറ്റി മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. കാരണം വെച്ചാൽ ഈ സേഫ്റ്റി സെക്യൂരിറ്റി ഒക്കെ അത്രത്തോളം ഫോക്കസ് ചെയ്യുന്നില്ല. സേഫ്റ്റി ഒക്കെ മൈലേജ് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് വേറെ വണ്ടികൾ കിട്ടും, മാരുതിയിൽ തന്നെ വണ്ടികളുണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കഴിഞ്ഞാൽ ഇത് ബോഡി സുരക്ഷമാണ്, സേഫ്റ്റി പ്രധാനം. സോ ഈ ജീപ്പിന്റെ കണ്ടീഷനും ഇത് തന്നെയാണ്. ജീപ്പ് കോമ്പസ് ഒക്കെ നല്ല വണ്ടിയാണ്, അത്യാവശ്യം മൈലേജ് ഉണ്ട്. പക്ഷെ അതിന് സർവീസ് കോസ്റ്റ് കാരണം, പക്ഷെ ആ വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ, ആളുകളൊക്കെ എടുക്കുന്നുണ്ട്, എടുക്കാത്തില്ല എന്നല്ല പറയുന്ന അർത്ഥം. പക്ഷെ അത്യാവശ്യം അതിന് സർവീസ് കോസ്റ്റും വരാറുണ്ട്. ഇപ്പൊ ഈ ഫിയറ്റ് എന്ന് പറയുന്ന, ഫിയറ്റ് മാത്രമല്ല, ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് പല വണ്ടികളും പോയിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫോറസ്റ്റർ എന്ന് പറയുന്ന ബ്രാൻഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഷവർലെറ്റ് GMCയുടെ കുറെ വാഹനങ്ങൾ. സോ ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനെ പോയ വാഹന കമ്പനികളൊക്കെ ഇന്ത്യയിൽ തന്നെ തിരിച്ചു വരട്ടെ, അതാണ് നമുക്ക് അറിയത്തുള്ളൂ. കാരണം ഇത്ര നല്ല വണ്ടികളൊക്കെ, ഷവർലെറ്റിന്റെ ഒക്കെ വണ്ടികൾ എന്ന് വെച്ചാൽ ക്രൂസ് ഇപ്പോഴും ഭയങ്കര ഡിമാൻഡുള്ള വണ്ടികളാണ്, അതിന്റെ ഫിയറ്റിന്റെ വണ്ടികൾ. പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നു കാലത്തിന് മാറ്റത്തിനനുസരിച്ച് അതൊക്കെ തിരിച്ചു വരും. ഇപ്പൊ എൻഡോർ തന്നെ പോയിട്ട് അവർ തിരിച്ചു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റാപ്റ്ററും റേഞ്ചറും പിന്നെ എൻഡോറും ഫോർഡിന്റെ വണ്ടികളാണ്, എനിക്ക് അതൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇനി കാലത്തിന്റെ മാറ്റം അനുസരിച്ച് വരാതിരിക്കാൻ അങ്ങനെ വരട്ടെ നമുക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ വണ്ടിയെ കുറിച്ച് ഇത്ര പറയുള്ളൂ. നെഗറ്റീവ്സ് എന്തെങ്കിലും നെഗറ്റീവ്സ് എന്ന് പറയുന്നത്, ഇത് അങ്ങനെ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കുന്ന കുഞ്ഞിനെ നെഗറ്റീവ് പറയാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഇത് നമുക്കൊരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു കംപ്ലൈന്റും ഇല്ല. ഇഞ്ചപ്പൊടി അല്ലാതെ നോക്കിയില്ലെങ്കിൽ എഞ്ചിപ്പൊടി വീഴും, അതൊരു വാസ്തവമാണ്, സത്യയുടെ കാര്യം തന്നെയാണ്. നമ്മള് കറക്റ്റ് സർവീസ് ചെയ്ത് പോയാൽ മതി, പിന്നെ ആർക്കും നമുക്ക് വിശ്വസിച്ചെടുക്കാം. ഇതിന്റെ ടയറിന് 16 inches ടയർ അല്ലേ? ഫൈൻ. ഞാൻ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞില്ലേ വണ്ടിയുടെ സുഖം. ഇപ്പൊ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന ഒരു കട്ടർ ടൈപ്പ് റോഡുകളിലാണ്. അപ്പം സോ വണ്ടിയാണെങ്കിൽ നല്ല സ്മൂത്തോടെ വണ്ടി പൊക്കോണ്ടിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ബൂട്ട് സ്പേസ് എത്രയാടാ?
ഇതിന് ഏകദേശം ഒരു 500 ലിറ്ററോളം വരുന്നുണ്ട് 500 കമ്പനി. അത്യാവശ്യം കുഴപ്പമില്ല അല്ലേ? അതെ അതെ നല്ല നല്ല ബൂട്ട് സ്പേസ് തന്നെ ആ, അതെ, അതെ. പിന്നെ ഇതിന്റെ ടേണിംഗ് റേഡിയസ് 15 പോയിന്റ് സംതിങ് ഉണ്ട് അല്ലേ? ടേണിംഗ് ആ, അതെ, റേഡിയസ് തിരിക്കുന്നത്. ഉണ്ട്. പക്ഷെ നല്ല വണ്ടിയാണ് കേട്ടോ, അത്യാവശ്യം. കാരണം നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഫീല് നല്ല വൃത്തിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും കൂടുതൽ ഇതിന് പറയേണ്ടത് ഇതിന്റെ സ്റ്റിയറിംഗ് കംഫർട്ട് ആണ്. അതെ, കാരണം നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് ഇതൊരു വലിയൊരു വണ്ടിയാണെന്നുള്ള ഒരു ഫീല്. അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് വെക്കാനുള്ള ടൈപ്പാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ പറഞ്ഞില്ലേ ഈ വണ്ടിയുടെ ഒരു മെയിൻ ഒരു ഗുണം ഇതാണ്. നമ്മൾ കട്ടറൊക്കെ പോയാലും നമ്മൾ അതുപോലെ ഭയങ്കര സ്മൂത്തായിട്ടാ കാര്യങ്ങളൊക്കെ പോകുന്നതും ഒക്കെ. പിന്നെ ഇത് എത്ര ലിറ്റർ ഇത് പെട്രോൾ എത്ര ലിറ്ററിന്റെ? 50യോ 55 ലിറ്റേഴ്സ് കിട്ടുള്ളൂ. മൈലേജ് 12 കിലോമീറ്റേഴ്സ് അല്ലേ? ഫൈൻ. പിന്നെ വേറെ ഇനി എന്തെങ്കിലും പ്ലാൻസ്? ഇതോ ഇത് കൺവേർട്ട് ചെയ്യാൻ, അപ്ഗ്രേഡ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? ഇല്ല. ഒരുപാട് പേര് ഇത് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെന്ന്. സോ ഞാൻ പറഞ്ഞെന്ന് ചേർന്നല്ലേ, നമ്മുടെ ഈ ഫിയറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കോസ്റ്റ്ലിയാ. അത് നല്ല വൃത്തിക്ക് നോക്കുന്ന. ഇപ്പൊ ഏതൊരു ബ്രാൻഡ് എടുത്ത് നോക്കിയോ, സോ നമ്മൾ ഒരു ബെൻസിന്റെ ഇപ്പൊ ഒരു വണ്ടി എടുക്കുവാണെങ്കിൽ W221 അതിലേക്ക് പിന്നെ W212 എന്ന് പറഞ്ഞ വണ്ടികളൊക്കെ, അത് W212 നമ്മുടെ സി ക്ലാസ് എന്തെങ്കിലും ആ വണ്ടി വന്നത്. സോ ആ വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ നോക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ എല്ലാം. അതെ ഇതെന്ന് പറയുന്നത് ഏതൊരു വണ്ടിയാണെങ്കിലും ഇപ്പൊ എല്ലാരും പറയുന്നൊരു കാര്യമാണ്, ടാറ്റയുടെ വണ്ടി ഭയങ്കര മോശമായിരിക്കും ചില വണ്ടികളൊക്കെ. ഇതൊക്കെ ഗിയർ നല്ല സ്മൂത്താ. അപ്പൊ ഞാൻ പറയാം, ചില വണ്ടികളൊക്കെ എല്ലാരും പറയും ഭയങ്കര ബോറാന്ന്. പക്ഷെ വണ്ടികളൊക്കെ നല്ലതാണ്. എല്ലാ വണ്ടി ഇപ്പൊ ഇത്ര നമുക്ക് അതിന് എന്റെ പ്രേക്ഷകർ എന്റെ വ്യൂസിനോട് എനിക്ക് പറയാനുള്ള എല്ലാ വണ്ടിയും നല്ലതാണ്, മോശപ്പെട്ട വണ്ടി എന്നൊന്നുമില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന പോലെയൊക്കെ എല്ലാ വണ്ടിയുടെയും സ്ട്രെച്ചബിലിറ്റി എന്ന് പറയുന്നത്. അതെ. വേറെ ഏതൊരു വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്? ഇപ്പോഴേ ഇല്ല. ഇനി ഒരു വണ്ടി ഇത് ഞാൻ ചോദിച്ചത്, ഇനി ഇത് വിറ്റ് ഇത് മാറി വേറൊരു വണ്ടിയിലോട്ട് പോവാണെങ്കിൽ ഏത് വണ്ടി എടുക്കാനാ കൂടുതൽ ചാൻസ്? ഏത് വണ്ടിയോട് ഇഷ്ടം? എനിക്കിപ്പം ഇതുപോലെ ഇപ്പം ഫിയറ്റിന്റെ ഏതെങ്കിലും ഒരു വണ്ടി ആണേലും കുഴപ്പമില്ല. ഫിയറ്റിന് ഇനിയുള്ളത് ഇനി വേറെ ഇതെല്ലാം ഒരു സെയിം തന്നെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. മഹേന്ദ്ര നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇന്ത്യൻ ബ്രാൻഡ് നല്ല ടാറ്റ വണ്ടികളൊക്കെ നോക്കിക്കൂടെ? മഹേന്ദ്ര ടാറ്റ ഒക്കെ നോക്കുന്നുണ്ട്. അപ്പം സോ താങ്ക് യു ഫോർ ഗിവ് മീ ദി വാല്യുബിൾ ടൈം. സോ ഇത്രയൊക്കെ നമ്മളെ വീഡിയോ ഇന്നത്തെ. എന്നെ കൊണ്ട് മാക്സിമം നമ്മൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫസ്റ്റ് ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, പുതിയൊരു സീരീസ് ആയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യണം. സോ നിങ്ങളുടെ സപ്പോർട്ടും മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ കൊണ്ട് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വണ്ടികളുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻഫോം ചെയ്യും, നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. Until then, bye bye.